വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അനാമിക. ഞാൻ ഒരുപാട് കാലം വെയിറ്റ് ചെയ്ത് ഒരുപാട് കാലത്തെ ആഗ്രഹത്തിനൊടുവിൽ ഫൈനലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലത്തെ ആദ്യത്തെ വീഡിയോ ആണിത്. എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ ചെയ്യുമ്പം എന്താണ് അതിൽ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഹൗ ഡു ഐ സ്റ്റാർട്ട്, ഒരു ഫസ്റ്റ് വീഡിയോ ആയിട്ട് എന്ത് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ ഐ തോട്ട് ഞാൻ എങ്ങനെ ഇതിലേക്ക് വന്നു, അങ്ങനെ ഒരു കഥയായിട്ട് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ ആക്ച്വലി ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയതാണ്, ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, അതിൽ എൻ്റെതായ വീഡിയോസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ there were so many things that was holding me back. അപ്പം ഞാനൊരു ആർക്കിടെക്ചർ ഗ്രാജുവേറ്റ് ആണ് ഇപ്പം. സോ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. 9 to 4 എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാകുമായിരുന്നു. അപ്പം അങ്ങനെ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാമല്ലോ, നമുക്ക് ആക്ച്വൽ ക്ലാസ് തന്നെയാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ രണ്ട് രീതിയിൽ പറയാം. അത് ഈസി ആയെന്നും പറയാം, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായെന്നും പറയാം. അപ്പം നമുക്കത് മാനേജ് ചെയ്യാൻ കുറച്ച് മെനക്കെട്ടുള്ള കാര്യമാണല്ലോ. നമ്മൾ വീട്ടിലിരിക്കണു, ക്ലാസ് ഫോളോ ചെയ്യുന്നു. അപ്പം അത് കുറച്ച് ഹെക്റ്റിക് ആയിരുന്നു എനിക്ക് എന്തായാലും. അപ്പം എസ്പെഷ്യലി ബീങ് ആൻ ആർക്കിടെക്ചർ സ്റ്റുഡൻറ്റ്, ബിക്കോസ് നമ്മളിതിങ്ങനെ ഒരു 4 ചുമരിനുള്ളിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ലല്ലോ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ. അപ്പം ഓൾസോ 9 to 4 ക്ലാസ് ഉണ്ടായിരുന്നു. എന്നാൽ കൂടി നമുക്കതിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഈവൻ ആഫ്റ്റർ 4 o'clock മേ ബി 12 നമ്മുടെ കുറേ സബ്മിഷൻസ് വരുന്നത്. അപ്പം ആക്ച്വലി പ്രൊജക്ട്സും അസൈൻമെൻറ്റ്സും മാത്രമല്ല, നമ്മുടെ ക്ലാസ് വർക്ക് വരെ ഈ 9 to 4 ടൈം ഫ്രെയിമിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനായിട്ടൊരു സമയം വെച്ചിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്ത് തൊട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണിത്. അങ്ങനെ പിന്നെ കോളേജിൽ നിന്നും പിന്നെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ഇതിനായിട്ടൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി ഞാനിപ്പം ഒരു 5 months ബാക്ക് ആക്ച്വലി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് വീഡിയോ ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിലും എനിക്കിനി ഇരുന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു there were so many things, ഒരു ഇൻസെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് ചെയ്താൽ ശരിയാവുമോ, ഞാൻ എന്ത് പറയും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനിങ്ങനെ പറ്റാതെ കുറേ ഇത് വന്ന് ഫൈനലി ഞാനിപ്പോൾ ഇത് ചെയ്യാൻ തീരുമാനിച്ചങ്ങ് ഇറങ്ങി ചെയ്യുകയാണ്. അപ്പം അത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നത്തെ കാര്യം, ഇമ്പോർട്ടൻറ്റ് തിങ്, ഞാൻ ഈ ചാനലിലൂടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറയാം. സോ ഈ ചാനൽ എന്ന് പറയുമ്പം ദിസ് ഇസ് ഗോണ ടോക്ക് അബൌട്ട് മൈ ലൈഫ്. എൻ്റെ ഒരു ചെറിയൊരു ഒരു ജേർണലൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലത്തെ ഒരു ജേർണൽ പോലെ ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദിസ് വിൽ ബി അബൌട്ട് മൈ ലൈഫ് സ്റ്റൈൽ, എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, ലൈക്ക് വാട്ട് ആർ ഐ എം ഗോയിങ് ത്രൂ, അങ്ങനെ ആ ഒരു ഡേ ടു ഡേ ലൈഫും കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മൈ ലൈക്സ് ആൻഡ് മൈ ഇൻട്രസ്റ്റ് അതൊക്കെ കാണിക്കണമെന്നുണ്ട്. അപ്പോൾ അതായിരിക്കും ഈ ചാനലിൽ നിങ്ങൾ കാണാൻ പോകുന്ന കണ്ടന്റ്. അപ്പം അതേപോലെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് തരാം. ദാറ്റ് ഈസ് ഇറ്റ് ഇൻ ദിസ് വീഡിയോ. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വരുന്ന വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഐ ക്യാൻ ഇംപ്രൂവ് ഇൻ ദിസ് സ്പെസിഫിക് തിങ്, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. അപ്പം ഞാൻ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് നല്ല നല്ല കണ്ടന്റ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പം എനിക്കിതാണ് പറയാനുള്ളത്. ഇങ്ങനെ പല റീസൺസുമായിട്ട് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങാത്ത ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഇതൊരു പ്രചോദനം ആവട്ടെ എന്ന് എനിക്ക് ഒരാഗ്രഹമുണ്ട്. കാരണം ഞാനും ഇതേപോലെ ഒരുപാട് കാലം ആഗ്രഹിച്ച് പറ്റാതെ ഫൈനലി ഇവിടെ നിന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലൈക്ക് യു ഷുഡ് സ്റ്റാർട്ട് അറ്റ് സം പോയിന്റ്. ഇതിങ്ങനെ നമ്മളിങ്ങനെ പെർഫെക്റ്റ് ടൈം നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ടൈം ഒരിക്കലും വരില്ല. അപ്പം എന്തൊക്കെയാണോ സിറ്റുവേഷൻ, എന്തൊക്കെയാണോ നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ, നമ്മുടെ മാക്സിമം ഉള്ള സാധനം വെച്ചിട്ട് നമ്മൾ ഏറ്റവും നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതാണ് ശരി, അറ്റ് ദിസ് പോയിന്റ് അതാണ് ശരി. അപ്പം അങ്ങനെ ആരെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒരു മോട്ടിവേഷൻ ആവട്ടെ. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ എനിക്ക് പറയാൻ. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. സോ അപ്പം ഞാൻ ഇനിയും നല്ല നല്ല കണ്ടന്റ് ആയിട്ട് വരും. അപ്പം സപ്പോർട്ട് ചെയ്യും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആക്ച്വലി.